ഹലോ, എല്ലാവർക്കും സുഖമല്ലേ? ഗുഡ് മോർണിംഗ്. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ. അവധി ദിവസമാണ്. അവധി ദിവസത്തെ ഡേ ഇൻ മൈ ലൈഫ്. നമ്മളിതാ മുറ്റത്ത് ജനലിൻ്റെ മിറർ നോക്കിയാണ് ബ്രഷൊക്കെ ചെയ്ത് കോഷ്ടിയൊക്കെ കാണിച്ച് നിൽക്കുവാണ്. എൻ്റെ പൊന്നോ. അത് കഴിഞ്ഞിട്ടതേ ഞാൻ പോയി നമുക്ക് സ്വന്തമായിട്ടൊരു കുഞ്ഞ് പച്ചക്കറിത്തോട്ടം ഉണ്ട് കേട്ടോ. വലിയ വിപുലീകരിച്ച സാധനമൊന്നുമല്ല, എന്നാലും ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ അതിൻ്റെ അകത്ത് കിട്ടും. ഇതേപോലെ കോവയ്ക്ക, കറിവേപ്പില, വഴുതനങ്ങ, പച്ചമുളക്, അങ്ങനെയുള്ള കൊച്ചു കൊച്ചു സാധനങ്ങളൊക്കെ അതിൻ്റെ അകത്തുണ്ട് കേട്ടോ. നമ്മളിന്ന് വൈകിട്ട് അതൊന്ന് വൃത്തിയാക്കണം എന്നൊക്കെ വിചാരിച്ചിങ്ങനെ നിൽക്കുക. അങ്ങനെ മുറ്റത്തൊക്കെ വന്നു. കൊച്ചു കൊച്ചു ചെടികളൊക്കെ അവിടെയും നമുക്കുണ്ട്. കുറച്ച് റോസ ചെടിയുണ്ട്, 10 മണി ചെടിയുണ്ട്, പിന്നെ പേരറിയാത്ത എന്തൊക്കെയോ ചെടിയുണ്ട്. അതൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴത്തേനും മമ്മി നല്ല സൂപ്പർ ചക്കപ്പുഴുക്കും മീൻകറി ഉണ്ടാക്കി തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ കഴിച്ചു. പിന്നെ നമുക്ക് മുറ്റത്ത് ചാമ്പയുണ്ട്. നിങ്ങളുടെ നാട്ടിൽ ഇതിന് എന്താ പറയുന്നതെന്ന് കമൻറ്റ് ചെയ്യണേ. പിന്നെ പോയി റബ്ബർ കറയ്ക്ക് ആസിഡൊക്കെ ഒഴിച്ചിട്ട് വന്നപ്പോഴത്തേനും നല്ല സൂപ്പർ ചോറും മീൻകറി അച്ചാറും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. വേറെ കറിയൊന്നും ഇല്ലെങ്കിലും എനിക്കിങ്ങനെ കൂർക്ക മെഴുക്ക് പുരട്ടി കൂട്ടി ചോറുണ്ണാൻ ഭയങ്കര ഇഷ്ടമാണേ. പിന്നെ നമ്മൾ വന്നപ്പോഴത്തേനും ഇവരെ കണ്ടു. ഇവർ നമ്മുടെ വീട്ടിലെ ഗസ്റ്റാണ് കേട്ടോ. നമ്മുടെ നെയ്ബേഴ്സാണ് ഇവർ ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ വീട്ടിൽ വരാറുണ്ട്. പിന്നെ നമ്മൾ പറഞ്ഞ പോലെ ഈവനിങ് പോയി വള്ളിയൊക്കെ കെട്ടിക്കൊടുത്തു. ഞാൻ അത്ര പെർഫെക്റ്റായിട്ട് എനിക്ക് ഈ പരിപാടിയൊന്നും അറിയത്തില്ല, എന്നാലും കുഴപ്പമില്ല, ഒപ്പിക്കും നമ്മൾ. ഇങ്ങനെയൊക്കെയാണല്ലോ അല്ലേ പഠിക്കുന്നത്. പിന്നെ നമ്മൾ ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് അവിടെ ആ കാടൊക്കെ ഒന്ന് വെട്ടിത്തെളിച്ച് പുകയിടണം എന്നൊക്കെ വിചാരിച്ചിട്ടാണ് നിൽക്കുന്നത്. എന്നെക്കൊണ്ട് അറിയാവുന്ന പോലെയൊക്കെ ചെയ്യാം എന്ന് വിചാരിച്ചു. മമ്മിയോട് വർത്തമാനം പറയുന്നതാണ് കേട്ടോ നിങ്ങൾ കാണുന്നത്. മമ്മി എൻ്റെ മുഖം കാണാൻ പറ്റുമോ ഇതിൻ്റെ അകത്തുനിന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോഴത്തേന് നല്ല വെയിലുണ്ടായിരുന്നു, പൊടിയുണ്ടായിരുന്നു, എന്നാലും പ്രശ്നമില്ല എന്നൊക്കെ പറഞ്ഞ് ഞാൻ വലിയ ജോടയിലൊക്കെ നിന്ന് കെട്ടുകയാണ്. ഇതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് ഞാൻ കാണിച്ചു തരാവേ. അങ്ങനെ വർത്തമാനമൊക്കെ പറഞ്ഞ് നിന്ന് വള്ളിയൊക്കെ കെട്ടിക്കൊടുത്തു. പിന്നെ മൊത്തം തൂത്തുവാരി കാടൊക്കെ പറിച്ചു, അതെല്ലാം പുകയിട്ടു. അങ്ങനെയൊക്കെ വന്നിട്ട് പിന്നെ ഞാൻ താളി ഒടിക്കാനായിട്ട് ഞങ്ങളുടെ വീടിൻ്റെ മേളിലൊരു വീടുണ്ട്, അവിടെ പോയി കേട്ടോ. അവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നല്ല സൂപ്പർ സൺസെറ്റൊക്കെ കാണാം. നല്ല രസമാണ് കേട്ടോ അവിടെ ആ ഒരു ഈവനിങ് കാണാനായിട്ട്. പിന്നെ ആ ഗ്രൗണ്ടിൽ പിള്ളേരൊക്കെ കളിക്കുന്നുണ്ടായിരുന്നു ഫുട്ബോള്. അവരോടും കുറേ വർത്തമാനമൊക്കെ പറഞ്ഞിട്ട് ഞാൻ താഴോട്ട് ഇറങ്ങി വന്ന് വീട്ടിൽ പോകാൻ നേരമാണ് ഞാൻ ഇവനെ കണ്ടത്. ഇവനെ വഴി കൊണ്ട് കെട്ടിയ കാര്യം ഞാൻ അറിഞ്ഞില്ലായിരുന്നു കേട്ടോ. എന്നാലും അവിടെ നിന്നൊക്കെ ഓടിച്ചാടി വന്ന് കുറച്ച് തുണിയൊക്കെ മടക്കി വെക്കാനുണ്ടായിരുന്നു. പൊടി അടിച്ചതിൻ്റെ തുമ്മലും ചീറ്റലും ഒക്കെ തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ ചീറ്റലാണ് നിങ്ങൾ ഈ കാണുന്നത്. ചീറ്റിയാണ് ഞാൻ തുണി മടക്കിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. കുറച്ച് TV ഒക്കെ കാണാമെന്ന് വിചാരിച്ചൊരു സന്തോഷം. എന്നിട്ട് അങ്ങനെ മമ്മിക്ക് തുണിയൊക്കെ മടക്കി കൊടുത്ത് ഞാൻ ഇരുന്ന തുമ്മലായിരുന്നു ഗൈസ്. തുമ്മലെന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഉണ്ട് ഒരു തുമ്മൽ. എൻ്റെ പൊന്നോ, എന്നാ പറയാനാ. ഒരു ഗ്യാപ്പ് തരണ്ടേ? ശ്വാസം എടുക്കാനുള്ള ഗ്യാപ്പ് കിട്ടിയിട്ട് വേണ്ടേ? തുമ്മി 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 എൻ്റെ കണ്ണും മൂക്കുമൊക്കെ എൻ്റെ ദൈവമേ ഒന്നും പറയണ്ട. കണ്ണിൻ്റെ അവസ്ഥ കണ്ടോ? ചുവന്നൊരു വഴിയായി. ഈ എക്സ്ട്രീം പനിയൊക്കെ വരുമ്പോഴത്തേന് കണ്ണി നോക്കുന്നത് കണ്ടിട്ടില്ലേ? അതേപോലെയായിരുന്നു കുറച്ച് കഴിഞ്ഞപ്പോഴത്തേന് എൻ്റെ മുഖം. അത് കഴിഞ്ഞ് മമ്മി നല്ല സൂപ്പർ കരിമ്പൊക്കെ ചെയ്ത് തന്നു കേട്ടോ. നമ്മുടെ നെയ്ബർ ആൻറ്റി തന്നതാണ് നമുക്കിത്. അത് കഴിഞ്ഞിട്ട് ഞാൻ താളി ഇടാനായിട്ട് താളി അരയ്ക്കുവാണ് കേട്ടോ. ഉലുവയും ഈ ചെമ്പരത്തി ഇലയും വേറെ കുറച്ച് കടുപിടി സാധനങ്ങളെല്ലാം കൂടി ചേർത്തിട്ടാണ് ഞാനിങ്ങനെ ഇത് അരയ്ക്കുന്നത്. ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി. ഞാൻ എന്തൊക്കെയാണ് യൂസ് ചെയ്യുന്നതെന്നുള്ളത് ഞാൻ പറഞ്ഞു തരാം. നമുക്കതൊരു വേറൊരു വീഡിയോ ആയിട്ടോ അല്ലെങ്കിൽ ഞാൻ അതിൻ്റെ സാധനങ്ങളെല്ലാം കൂടെ നിങ്ങൾക്ക് DM-ലോ എങ്ങനെയെങ്കിലും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം കേട്ടോ. അങ്ങനെ ഞാൻ സിറ്റൗട്ടിൽ വന്നിരുന്ന് താളിയൊക്കെ തലയിലിടുകയാണ്. അകത്തിരുന്നിടാൻ മമ്മി സമ്മതിക്കത്തില്ല. അങ്ങനെ അത് ഉണങ്ങുന്നിടം വരെ സിറ്റൗട്ടിൽ തന്നെ വെയിറ്റ് ചെയ്യാമെന്ന് വെച്ചപ്പോൾ ഞാൻ ഇവരെ പിന്നെയും കണ്ടു. എന്നാൽ പിന്നെ കുറച്ച് വെറുപ്പിച്ചേക്കാമെന്നും കണ്ട് അങ്ങോട്ട് ചെന്നപ്പോഴത്തേനും ഇവർക്ക് 2 പേർക്ക് കൊടുക്കത്ത ജാട. അങ്ങനെ അങ്ങ് വിടാൻ പറ്റുമോ? ഞാനും പുറകെ കൂടി. ഒട്ടും വിടാനുള്ള ഉദ്ദേശം എനിക്കും ഇല്ലായിരുന്നു. അങ്ങനെ അവരെയും കുറച്ച് വെറുപ്പിച്ച് കഴിഞ്ഞപ്പോഴത്തേന് കുളിക്കാനുള്ള സമയമായി. ഓടിപ്പോയി കുളിച്ചിട്ട് വരാമെന്ന് വിചാരിച്ച് കയറിയപ്പോഴത്തേനും വെള്ളം തീർന്നു പോയി. പിന്നെ മമ്മി മോട്ടറൊക്കെ ഇട്ടു, എല്ലാം റെഡിയാക്കി കുളിച്ചിട്ട് ഇറങ്ങുന്ന രംഗമാണ് കാണുന്നത്. മുളയെ കഴിക്കാൻ വാന്ന് പറഞ്ഞപ്പോഴത്തേന് ജാടയ്ക്ക് പുസ്തകമൊക്കെ എടുത്ത് വെച്ച് വായിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. ഞാനിന്ന് ഡയറ്റാന്നൊക്കെ പറഞ്ഞ് രാത്രിയിൽ എനിക്ക് കഴിക്കാൻ വേണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ വിശപ്പില്ലായിരുന്നു, അതാണ് ഡയറ്റാന്ന് പറഞ്ഞത്. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ അത്രയൊക്കെ ഉള്ളൂ. ടാറ്റ ബൈ ബൈ, സീ യു.